ഇന്നത്തെ ലഞ്ച് നല്ല കളറായിട്ടില്ലേ? നല്ല പുയ്യാപ്പിള വറ്റിച്ചെടുത്ത മുളകിട്ട മീൻകറിയും ചീരത്തോരനും മത്തി ഫ്രൈയും ഒക്കെ ഉണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് കഴിച്ചാലോ? അപ്പോൾ ഇന്ന് ഞാൻ ബാൽക്കണി വ്യൂ ഒക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വെച്ചത് പുയ്യാപ്പിള മുളകിട്ട്. നിങ്ങൾ ഈ നാട്ടിൽ എന്താ പറയാ? ചുവന്ന മീനില്ലേ, അതിന് ഞങ്ങൾ തലശ്ശേരിയിലെ പുയ്യാപ്പിള എന്നാ പറയാ. അതിന്റെ ആ സ്റ്റൈൽ കണ്ടിട്ടാണ് തോന്നുന്നു പുയ്യാപ്പിള എന്നിട്ടത്. പിന്നെ നമ്മളുടെ ചീരത്തോരനുണ്ട്. പിന്നെ ഞാന് നമ്മളുടെ എന്താ ചെറുപയറ് ഒരു മെഴുക്ക് വരട്ടിയ പോലെ, മെഴുക്ക് വരട്ടി എന്നാണോ പറയാ, ചെറുപയർ തോരൻ പോലെ വെച്ചത്. പിന്നെ ഒരു മത്തി ഫ്രൈയും ഉണ്ട്. അപ്പോൾ പുയ്യാപ്പിള കറി ഞാൻ കുറേ നാളായി കഴിച്ചിട്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര കൊതി കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചത്. പുയ്യാപ്പിളയും മുളകിട്ടതും ചീരത്തോരനും ഇങ്ങനെ പുരട്ടി പുരട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കഴിച്ചോ കേട്ടോ. മത്തിക്കൊക്കെ ഒടുക്കത്തെ ടേസ്റ്റാണ്. മത്തിക്ക് നല്ല വിലയിപ്പം. 1 കിലോ മത്തിക്ക് കൊച്ചിയിൽ ഇന്നലെ വാങ്ങിച്ചതാണ് 250 രൂപയാണ്. അപ്പം 1 കിലോ മത്തിക്ക് 500 രൂപേൻ്റെ അടുത്താണ് വില. എന്താണ് ഇതിന് മാത്രം മത്തിക്ക് വില എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് മത്തിയുടെ വില? അപ്പോൾ പുയ്യാപ്പിള മീൻ കഴിച്ചു നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ. ഫ്രഷായിട്ട് കണ്ടത്. ഈ പുയ്യാപ്പിളക്ക് ഒരു അമോണിയം മണം ചിലപ്പോഴൊക്കെ ഉണ്ടാവും, പക്ഷെ ഇതിനില്ല കേട്ടോ. ഇപ്പം നല്ല ഫ്രഷാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ തീറ്റ മത്സരങ്ങൾ കാണാം. ഇന്നത്തെ മുളകിട്ട് കറി ഭയങ്കര കുറുക്കിയെടുത്തും ഭയങ്കരമായിട്ട് വറ്റിച്ചെടുത്ത മുളകിട്ട് കറിയാണ്. അതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ. മുളകിട്ട് കറി ചട്ടിയിൽ വറ്റിച്ചെടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. ഈ മത്തിക്ക് ഭയങ്കരമായിട്ട് നീരുണ്ട്. ഈ പുയ്യാപ്പിളൻ മീനും എനിക്ക് തേങ്ങ അരച്ചിട്ടും ഫ്രൈ ചെയ്തിട്ടൊന്നും ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഈ മുളകിട്ട് കറി വെച്ചിട്ട് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കഴിച്ചു തീർക്കട്ടെ, നിങ്ങളും പോയി കഴിക്കൂ. പുയ്യാപ്പിളൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്നിട്ട് ബൈ.